ജീവിതത്തിൽ വന്നു ചേരുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾക്ക് ഉത്തരവാദി നമ്മൾ സ്വയം മുൻപ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്ന ജീവിതം. അതിനാൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ അവയെ ദൗർഭാഗ്യമാണെന്നോ ഈശ്വരാനുഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണെന്നോ ചിന്തിച്ച് വിഷമിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വിധിയെ പഴിച്ചതുകൊണ്ടോ കാര്യമൊന്നുമില്ല. അവയിൽ നിന്ന് രക്ഷപ്പെടാൻ കുറുക്കുവഴികൾ അന്വേഷിച്ചതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നുമില്ല. എത്രയൊക്കെ ശ്രമിച്ചാലും കർമ്മഫലത്തിൽ നിന്നും സൂത്രത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പരീക്ഷയിൽ തോറ്റതിനോ ജോലി നഷ്ടപ്പെട്ടതിനോ മറ്റുള്ളവരിൽ നിന്നും പരിഗണന കിട്ടാത്തതിനോ അങ്ങനെ ഏത് പ്രശ്നത്തിനും വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിച്ച് ഈ നിമിഷത്തെ നമ്മുടെ പ്രവർത്തികൾ ശ്രദ്ധയോടെ ചിന്തിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വിധി അത് നല്ലതായാലും ചീത്തയായാലും നാം തന്നെയാണ് നിർണയിക്കുന്നത് എന്ന ബോധത്തോടെ ഈ നിമിഷം ഉപയോഗിച്ചാൽ ഇപ്പോൾ ചെയ്ത കർമ്മഫലമായി നമ്മുടെ നല്ല ഭാവിയെ സൃഷ്ടിക്കാൻ സഹായിക്കും. അതുകൊണ്ട് ഈ നിമിഷം ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മൾക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കർമ്മം.